ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2025 ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും 2025 എൻ്റെ പുതുവത്സര ആശംസകൾ. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കുറേ എയർ ഡ്രോപ്പുകളൊക്കെ ചെയ്തു. അപ്പോൾ കുറേ പ്രോഫിറ്റ് നമുക്കുണ്ടായി. 2024 ഒരു നല്ലൊരു വർഷം തന്നെയായിരുന്നു. കുറേ എയർ ഡ്രോപ്പുകൾ ചെറിയ എമൗണ്ട് ആണെങ്കിലും നമുക്കത് കിട്ടി. നിങ്ങളത് ട്രേഡ് ചെയ്തും അതെല്ലാം മറ്റ് കോയിൻസിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഫൈനാൻഷ്യലി വലിയൊരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുകയാണ്. ഇന്ന് 2-3 ചെറിയ അപ്ഡേറ്റുകളാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അത്തേൻ നെറ്റ്വർക്കിൽ നമ്മൾ ആൾറെഡി മൈനിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ടോക്കൺസ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വന്നിട്ട് കഴിഞ്ഞ മാസം നമുക്ക് അത്തേൻ നെറ്റ്വർക്കിൽ 0.0015 നമുക്ക് എത്തേറിയം നമുക്ക് വിഡ്രോ കിട്ടിയായിരുന്നു. അപ്പോൾ ഈ മാസം അത് ഇപ്പോൾ വിഡ്രോ ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ ഫോസെറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൾറെഡി എന്താ പറയുക അഡ്രസ്സ് എല്ലാം ബൈൻഡാണ്. ഇവിടെ നമ്മുടെ മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സ് ബൈൻഡാണ്. ഞാനിപ്പോൾ ആൾറെഡി ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് ക്ലെയിമിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. ഇത് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ETH ക്ലെയിം ആകും. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ആൾറെഡി ഞാൻ വന്നിട്ട് ഒരു ദിവസം 12-ാം മാസം ഡിസംബറിൽ ഞാൻ ക്ലെയിം ചെയ്തു. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതായിപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ തന്നെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്ലെയിം ചെയ്യുന്നത് നിങ്ങൾക്ക് മെറ്റാമാസ്കിലേക്ക് വന്നു കാണും. അപ്പോൾ മെറ്റാമാസ്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ 1-2 ചിലർക്ക് ചില ഡൗട്ടുകളുണ്ട്. അതുകൂടെ ക്ലിയർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ മെറ്റാമാസ്ക് എൻ്റെ ഓപ്പൺ ആയിട്ടുണ്ട്. മെറ്റാമാസ്ക് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് 0.075 നമുക്ക് നേരത്തെ കിട്ടിയത് 0.005 ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 0.0025. അപ്പോൾ ടോട്ടൽ വന്നിട്ട് ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് പലർക്കും ഉള്ളൊരു സംശയം, നമ്മുടെ ഇപ്പോൾ അത്തേൻ നെറ്റ്വർക്ക് ഈ എത്തേറിയം ഇവിടെ നിങ്ങൾക്ക് കാണും. പക്ഷേ ഇവിടെ വന്നിട്ട് ATH ഇവിടെ പലർക്കും കാണാറില്ല. അതുപോലെ തന്നെ ഒരു ഡോജ് കോയിൻ നമ്മൾ ക്ലെയിം ചെയ്തിരുന്നത് അതും കാണാനില്ല. അപ്പോൾ പലരും ചോദിക്കുന്നത് ഇത് എവിടെ കിട്ടും, ഇതിൻ്റെ ടോക്കൺ അഡ്രസ്സ് എവിടെ കിട്ടും? ഇത് നിങ്ങൾക്ക് വേറെ ഒരിടവും പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തന്നെ നോക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ എത്തേറിയം ഒന്ന് ക്ലിക്ക് ചെയ്യുക. എത്തേറിയം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നിന്ന് ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ വന്നിട്ട് വ്യൂ ഓൺ ബ്ലോക്ക് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബ്ലോക്ക് ചെയിൻ നമുക്ക് ഓപ്പണായി വരും. ഓപ്പണായി വന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് ഈ ഏറ്റവും മുകളിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ 3 ലൈൻ ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ 3 ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ ബ്ലോക്ക് ചെയിൻ അത്തേൻ പാന്തൻ നെറ്റ്വർക്കിലുള്ള എല്ലാ ടോക്കണുകളും നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ടോക്കൺസ് എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടെ ഈ ടോക്കൺസ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഏതൊക്കെ ടോക്കൺസ് ആഡ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ അത്തേൻ ടോക്കൺ ഇതിവിടെ ഉണ്ട്. ഇതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇതാണ്. ഡോജിൻ്റെ ഇവിടെയുണ്ട്. അത് കഴിഞ്ഞ് ടെതർ മറ്റ് താഴോട്ടുള്ള ടോക്കൺസിൻ്റെ എല്ലാം കോൺട്രാക്റ്റ് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ അതിൽ മെയിൻ പേജിൽ ഡോജ് കാണുന്നില്ല. അപ്പോൾ ഈ കാണുന്ന ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കോപ്പി ചെയ്തെടുക്കുക. ഇതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്തെടുത്തു. പതിയെ നിങ്ങൾ റിട്ടേൺ ഇറങ്ങുക. റിട്ടേൺ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. ഈ ഇമ്പോർട്ട് ടോക്കൺ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. കോൺട്രാക്റ്റ് അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ വരും. ഈ കാണുന്ന എവിടെയും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ടോക്കൺ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ ആഡ് ചെയ്തു. ടോക്കൺ ഇവിടെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കാണുന്ന ഇതൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. പലർക്കുള്ളൊരു സംശയമാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം മസ്റ്റായിട്ട് കാണുക. പുതുതായിട്ട് ഇതുവരെയും ക്രിപ്റ്റോയെക്കുറിച്ച് ഒന്നും അറിവില്ലാത്തവർക്ക് വേണ്ടി നെക്സ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്രിപ്റ്റോ കഴിഞ്ഞൊരു ബേസിക് ക്ലാസ് നമ്മൾ എടുത്തായിരുന്നു. ഇനി അടുത്തൊരു ക്ലാസ് നമ്മൾ ഉടനെ തുടങ്ങുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. പിന്നെയുള്ള ടെലഗ്രാം ബോട്ടിലെ ഡോട്ട് കോയിനെ കുറിച്ചാണ്. ടെലഗ്രാം ബോട്ടിൽ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരുന്ന ഡോട്ട് കോയിൻ വന്നിട്ട് പുതിയ കുറേ അപ്ഡേറ്റുകൾ വന്നിട്ട് ഇതെനിക്ക് തോന്നുന്നു ഒരാഴ്ചയോളമായി ഈ അപ്ഡേറ്റ് വന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ബാക്കി റെഗുലർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് ഈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു 2-3 ഒന്ന് ഇത് ഡോട്ട് കോയിൻ്റെ ഇത് കാണാൻ കഴിയും. വെനം നമ്മൾ ആൾറെഡി ഇതിൻ്റെ എല്ലാ ടാസ്കുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഒരു എവർ സ്കാൻ എന്ന് പറയുന്ന ഒരു വാലറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇത് മുമ്പത്തെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, എവർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ആൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് നോക്കുമ്പോൾ ഈ എവർ വാലറ്റ് എന്ന് പറയുന്നത്, ഈ എവർ വാലറ്റ് എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഡൗൺലോഡ് ചെയ്തതിൻ്റെ ബാക്കി ട്രസ്റ്റ് വാലറ്റ്, മാറ്റാമാസ്ക് അതുപോലെ ഉള്ളതാണ് വാലറ്റ് എന്ത് ചെയ്യുക അത് തന്നെയാണ്. ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൽ നമുക്ക് ഒരു ഗ്യാസ് ഫീ ഇവിടെ കിട്ടുന്നുണ്ട് എവർ ടോക്കണിൻ്റെ. അത് കഴിഞ്ഞ് ഇതിൻ്റെ പബ്ലിക് കീ അതുപോലെ തന്നെ അഡ്രസ്സൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ ഡോട്ട് കോയിനുമായിട്ട് ലിങ്ക് ചെയ്യുക. ഞാൻ ആൾറെഡി എനിക്ക് തോന്നുന്നത് ചെയ്ത് കഴിഞ്ഞു. ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ഇതും ആയിട്ട് ലിങ്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു 3 ടോക്കൺ ഇവിടെ ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ ഓൺ ചെയിൻ എന്ത് ചെയ്യുക, ഇത് ക്ലെയിം ചെയ്തതിന് ശേഷം ക്ലെയിം റിവാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ഇത് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് എനിക്ക് ഒന്ന് വീഡിയോ ഇടയ്ക്ക് അല്പം ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. ഇത് ഈ കാണുന്ന ഇത് ഒന്നുകൂടെ ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാസ്വേഡ് കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഇത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ വാലറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്കിത് ടോക്കൺസ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാകും. അവിടെ നിന്ന് നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന ലിങ്ക് വന്നിട്ട് ഈ കാണുന്ന ബ്രോഷർ എന്ന് പറയുന്ന ഇവിടെയാണ് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇവിടെ ആൾറെഡി ഇതിപ്പോൾ എൻ്റെ കണക്റ്റ് ആയിട്ടുണ്ട്. ഒന്നുകൊണ്ട് ബാക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ തന്നെ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. പേസ്റ്റ് ചെയ്തിട്ടാണ് എൻ്റർ കൊടുക്കേണ്ടത്. എൻ്റർ കൊടുത്തു കഴിയുമ്പോഴാണ് ബാക്കി ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഈ ഒരു 3 ടോക്കൺ ഇവിടെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഡോട്ട് കോയിനും എവർ വാലറ്റുമായിട്ട് നമ്മുടെ ഒരു കണക്ഷനുമായിട്ടുണ്ട്. ഓക്കെ, ഈ കാര്യം നിങ്ങൾ ചെയ്യുക. മനസ്സിലായി എന്ന് കരുതുന്നു. പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നെക്സ്റ്റ് ഇവിടെ ഇനി നമുക്ക് നോക്കുമ്പോൾ ക്ലെയിമിൻ്റെ ഓപ്ഷൻ 0 ആണ് ഇവിടെ കാണുന്നത്. ഇനി അടുത്ത് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് BNB. നമ്മൾ കുറച്ച് നാളുകളായിട്ട് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ BNB എന്ന് പറയുന്ന ഈ ടോക്കൺ, ഇത് വന്നിട്ട് ഇതിപ്പോൾ പാൻകേക്ക് സോപ്പ് അതുപോലെ തന്നെ യൂണിസോപ്പ് ലിസ്റ്റായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം തന്നെ അവരുടെ വിഡ്രോയുടെ ഒരു അനൗൺസ്മെൻറ്റ് ഇത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ BNB നെറ്റ്വർക്കിൻ്റെ ഇവിടെ ഇന്നത്തെ വന്നിരിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ്, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. ഇവർ വന്നിട്ട് ജനുവരി 30-ന് 7 UTCM അതിൽ വിഡ്രോ ഓപ്പൺ ആക്കും. അതുപോലെ തന്നെ 20% വിഡ്രോ തരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രത്തോളം ഒരു വിശ്വാസം പോരാ എങ്കിലും നമ്മൾ ഇതിൻ്റെ മൈനിങ് അടുത്ത മാസം ഫെബ്രുവരി 28 അവസാനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ വിഡ്രോ എന്ന് നമുക്ക് നോക്കണം. വിഡ്രോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പാൻകേക്ക് സോപ്പിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, BNBയിലേക്ക് അല്ലെങ്കിൽ യൂണിസോപ്പിലാണെങ്കിൽ എത്തിയറിയത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ മുൻപ് ഒരു ടോക്കൺ നമ്മളെ സ്കാം ചെയ്തത് പോയി, ജെനെക്സ് എന്ന് പറയുന്ന ഒരു ടോക്കൺ സ്കാം ചെയ്തു പോയി. നമ്മൾ ആൾറെഡി BNB എല്ലാം ഗ്യാസ് ഫീ ആയിട്ട് മേടിച്ചതിന് ശേഷം പാൻകേക്ക് ഷോപ്പിൽ അതും ലിസ്റ്റ് ചെയ്തതാണ്. പക്ഷേ നമ്മളത് ക്ലെയിം ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കത് ക്ലെയിം ആയില്ല. അപ്പോൾ അതുപോലെ സ്കാം ചെയ്യാനുള്ളൊരു സാധ്യത ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നോക്കുക. ഒരു അപ്ഡേറ്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഞാനൊരു 3-4 ദിവസത്തിന് മുമ്പ് ഞാനൊരു എയർ ഡ്രോപ്പ് ടെലഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു. ബയോ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. ബയോയുടെ 2 എയർ ഡ്രോപ്പ് നടക്കുന്നുണ്ട്. ഒന്ന് ബിനാൻസിലും ഒന്ന് ട്രസ്റ്റ് വാലറ്റിലും. അത് നിങ്ങൾ നോക്കുക. 29-ാം തീയതി ഉള്ളത് ടെലഗ്രാമിൽ കിടപ്പുണ്ട്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് ബിനാൻസിൽ കൊണ്ടുപോവുക. ബിനാൻസിൽ കൊണ്ടുപോയതിന് ശേഷം ഫുൾ ഡീറ്റെയിൽ ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ വീഡിയോ ലെങ്തിയാക്കി കൊണ്ടുപോകുന്നില്ല. കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്ന് ബയോയുടെ അഡ്രസ്സ് നിങ്ങൾ എടുത്ത് കൊടുക്കുക. ഒരു 24 മണിക്കൂർ കൂടെ ഇനി ടൈമുള്ളൂ. ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ഇത് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ അന്നേ ദിവസം തന്നെ ഞാൻ കൊടുത്തിരുന്ന ഒന്നാണ് ഇതിൻ്റെ ബയോയുടെ വന്നിട്ട് ഇത് ട്രസ്റ്റ് വാലറ്റിൽ വന്ന് ഇത് നിങ്ങൾ കോപ്പി ചെയ്ത് എടുത്തുകൊണ്ട് പോവുക. കോപ്പി ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം ട്രസ്റ്റ് വാലറ്റിൽ
ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ഡിസ്കവർ എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഏറ്റവും മേളിൽ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളിത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പേജ് ഓപ്പണായി വരും. ഓക്കെ, അപ്പോൾ ട്രസ്റ്റ് വാലറ്റിൽ ഇത് വർക്കാകുന്നില്ല. അപ്പോൾ എന്തോ സം പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ബിനാൻസിലുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യും. ബിനാൻസിൻ്റെ ഇതാണ് ഈ കാണുന്നത്. ഇവിടെ ക്ലെയിം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബിനാൻസിൽ നിന്ന് നിങ്ങൾ ബയോയുടെ എന്ത് ചെയ്യുക, കോൺട്രാക്റ്റ് അഡ്രസ്സ് എടുത്തുകൊണ്ട് വരിക. എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് അതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇവിടെ ജോയിൻ ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റെഫറൽ ലിങ്ക് ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇത്രയും ഒക്കെയാണ് പ്രധാന അപ്ഡേറ്റുകൾ. പിന്നെ വന്നിട്ട് കഴിഞ്ഞ ഡിസംബർ 25-ന് നമുക്ക് ഓല ടോക്കൺ ക്ലെയിം get.ai വന്നായിരുന്നു. നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, അത് പറയാൻ ഞാൻ ഇടയ്ക്ക് വിട്ടുപോയായിരുന്നു. അപ്പോൾ ഇത് നോക്കുക. 25-ാം തീയതി ഓല മൈനിങ് ചെയ്തവരുടെ എല്ലാവർക്കും നിങ്ങൾക്ക് സീസൺ 2ൻ്റെ ടോക്കൺസ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുണ്ട്. ഇനി സീസൺ 3 ബാലൻസ് ഉണ്ട്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആകുന്ന അനൗൺസ്മെൻറ്റ് വരുന്നതനുസരിച്ച് അറിയിക്കും. ക്ലെയിം ചെയ്യുക, സെല് ചെയ്യേണ്ടവർ സെല് ചെയ്യുക, ഹോൾഡ് ചെയ്യേണ്ടവർക്ക് ഹോൾഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വന്നിട്ട് നമ്മുടെ ക്രിപ്റ്റോയുടെ ഒരു ബേസിക് ക്ലാസ്, അതുപോലെ തന്നെ ട്രേഡിംഗ് ക്ലാസ്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കണം, നിങ്ങൾക്ക് ക്രിപ്റ്റോയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. ചെറിയൊരു ഫീ അതിലുണ്ട്. ഓൺലൈനായിട്ടായിരിക്കും ക്ലാസ്. ബാക്കി ഡീറ്റെയിൽസ് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ കഴിയും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.